കുട്ടികൾക്ക് വീട്ടിൽ വേണ്ടത് ഈ പ്രൊഫഷണൽസിനെയും ടീച്ചർമാരെയും കോച്ചസിനെയും ഒന്നുമല്ല. കുട്ടികൾക്ക് വേണ്ടത് ജെന്യുവനായിട്ടുള്ള അച്ഛന്മാരെയും വളരെ സിമ്പിളായിട്ടുള്ള അമ്മമാരെയൊക്കെയാണ്. അങ്ങനെയുള്ളവരിൽ നിന്നാണ് കുഞ്ഞുങ്ങൾ രൂപാന്തരം പ്രാപിക്കുന്നത്, അങ്ങനെയുള്ളവരിൽ നിന്നാണ് കുഞ്ഞുങ്ങൾ വളരുന്നത്. അതിനുള്ള അന്തരീക്ഷം എങ്ങനെ നമുക്ക് വീട്ടിലൊരുക്കാം, വീട്ടിലെ ഉള്ള ടോക്സിക് ആയിട്ടുള്ള നേച്ചറുകൾ ഒക്കെ എങ്ങനെ മാറ്റാം, കുറേ കൂടെ ഒരു എൻറിച്ചിങ് ആയിട്ടുള്ള ഒരു ഭവന അന്തരീക്ഷം എങ്ങനെ സൃഷ്ടിക്കാം, ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോ സംസാരിക്കുന്നത്. പല കുട്ടികളും പറയാറുള്ള ഒരു കാര്യമാണ്, മാതാപിതാക്കൾ പലപ്പോഴും അവരുടെ ഒരു പ്രൊഫഷണൽ സ്റ്റാറ്റസിൽ തന്നെയാണ് വീട്ടിലും പെരുമാറുന്നത്. പ്രത്യേകിച്ച് ടീച്ചർമാരായിട്ടുള്ള അമ്മമാരൊക്കെ വീട്ടിൽ വന്നാലും ടീച്ചറാണ്, അഡ്വക്കേറ്റുമാരൊക്കെ വീട്ടിൽ വന്നിട്ട് ഒരു അഡ്വക്കേറ്റായിട്ട് തന്നെ ഇരിക്കുന്നു, പോലീസ് വീട്ടിൽ വന്നിട്ട് പോലീസിൻ്റെ ആ ഒരു വേഷം കൊണ്ട് മാറാൻ പറ്റാത്ത അവസ്ഥയിലിരിക്കുന്നു. കുട്ടികൾക്ക് വീട്ടിൽ വേണ്ടത് അച്ഛനെയും അമ്മയാണ്, അല്ലാതെ നിങ്ങളുടെ പ്രൊഫഷണൽ സ്റ്റാറ്റസോ നിങ്ങളുടെ സോഷ്യൽ സ്റ്റാറ്റസോ ഫിനാൻഷ്യൽ സ്റ്റാറ്റസോ എഡ്യൂക്കേഷനോ ഇതൊന്നും കുട്ടികൾക്ക് യാതൊരു കാര്യമല്ലെന്നുള്ളത് ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കണം. കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് വേണ്ടത് വളരെ ജെനുവിനായിട്ടുള്ള, വളരെ സിൻസിയറായിട്ടുള്ള, വളരെ സിമ്പിളായിട്ടുള്ള പേരൻസിനെയാണ്. അതുപോലെ തന്നെ ചില വീടൊക്കെ വലിയ കോച്ചിങ് സെൻറ്ററുകളാണ്, ഭയങ്കര സ്ട്രിക്റ്റായിട്ട് ഭയങ്കര ഓർഡറൊക്കെ കൊണ്ടുവന്ന് ആ കോച്ചിങ് ഈ കോച്ചിങ് ആ ടീച്ചിങ്, പിന്നെ ഒരുപാട് റിലീജിയസ് ആയിട്ടുള്ള അജണ്ടകൾ, ഇതൊക്കെ സത്യം പറഞ്ഞാൽ ചില മാതാപിതാക്കളുടെ വൈകല്യങ്ങളായിട്ടാണ് പിന്നീട് മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് വീട്ടിൽ കുട്ടികൾക്ക് വേണ്ടത് ജെനുവിനായിട്ടുള്ള അച്ഛനെയും അമ്മയാണ്. ജെനുവിനായിട്ടുള്ള അച്ഛനും അമ്മയെന്ന് പറയുമ്പോൾ ഒരുപാട് ഫിലോസഫിയോ അല്ലെങ്കിൽ വലിയ പേരൻറ്റിങ് സ്റ്റൈലോ അല്ലെങ്കിൽ ബുക്കിഷ് നോളജോ ഒന്നുമല്ല, വളരെ ജെനുവിനായിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഒന്നാമത് ക്വാളിറ്റി ടൈം കുട്ടികളോടൊപ്പം സ്പെൻഡ് ചെയ്യുക. ക്വാളിറ്റി ടൈം എന്ന് പറയുമ്പോൾ കുട്ടികളെ ശ്രദ്ധിച്ച് അവരെ കേട്ട് അവരെ കീനായിട്ട് ഒബ്സർവ് ചെയ്ത് അവരുടെ ഒരു സ്റ്റേറ്റ് ഓഫ് അഫെയറിലേക്ക് മേർജ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ക്വാളിറ്റി ടൈം. തിരിച്ച് ഇന്ന് പലപ്പോഴും പേരൻസ് ചെയ്യുന്ന വളരെ കൊച്ചു കുട്ടികളെ പോലും ഒരു പേരൻറ്റിൻ്റെ സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. അതൊരു വലിയ വൈകല്യം തന്നെയാണ്. കുഞ്ഞുങ്ങളായിരിക്കണം, കുഞ്ഞുങ്ങളുടെ ബാല്യത്തെ ഓണർ ചെയ്യണം, ആ ബാല്യത്തെ സസ്റ്റെയിൻ ചെയ്യണം, ആ ബാല്യത്തിൻ്റെ എല്ലാ ജെനുവിനിറ്റിയെയും നമ്മൾ അക്സെപ്റ്റ് ചെയ്യുകയും ആ ബാല്യം കഴിയുന്നത്ര അവർക്ക് എൻജോയ് ചെയ്ത് അത് കണ്ടിന്യൂ ചെയ്ത് തുടരാനുള്ള അവസരം അവർക്ക് കൊടുക്കുകയും വേണം. ആ ബാല്യത്തിൻ്റെ നിഷ്കളങ്കതയൊക്കെ ആ ഒരു സ്റ്റേജിലൂടെ അവർ നന്നായിട്ട് കടന്നു പോവുകയും ആസ്വദിച്ച് കടന്നു പോവുകയൊക്കെ ചെയ്യുമ്പോഴാണ് ഒരു ടീനേജിലേക്കൊക്കെ വരുമ്പോൾ ആ ടീനേജിൽ അവർ വളരെ ഓർഗനൈസ്ഡ് ആവുന്നത്. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുകയെന്ന് വെച്ചാൽ ഈ ബാല്യം ഡിപ്രൈവ് ചെയ്തിട്ടുള്ള കുട്ടികൾക്ക് ടീനേജ് വളരെ ഒരു കെയോസ് ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ കൊച്ചു കുഞ്ഞുങ്ങളെ പെട്ടെന്ന് ചില പേരൻസൊക്കെ പറയുന്നത് അവന് 2ാം ക്ലാസ്സിലായിട്ട് മെച്യൂരിറ്റി ഇല്ല എന്നൊക്കെ പറയും. അപ്പോൾ തന്നെ മനസ്സിലാക്കിക്കണം ഈ പേരൻറ്റിന് എന്തും വേണ്ടി വൈകല്യം ഉണ്ടെന്നുള്ളത്. 2ാം ക്ലാസ്സിലൊന്നും ആരും മെച്യൂർഡാകാൻ പാടില്ല. അതുപോലെ തന്നെ 4ാം ക്ലാസ്സിൽ കൊണ്ടുപോയി ഏതെങ്കിലും ഒരു കോച്ചിങ്ങിന് വിട്ടു, അവനത് കണ്ടിന്യൂ ചെയ്തില്ല എന്നൊക്കെ പറയും. കുട്ടികളെ സംബന്ധിച്ച് നമുക്ക് പലതിനും കൊണ്ട് വിട്ടൊക്കെ നോക്കാം. അവർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യുന്നു, ഇല്ലെങ്കിൽ അവർ ഡ്രോപ്പ് ചെയ്യുന്നു. അതിനകത്തൊന്നും വലിയ കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെയൊക്കെയാണ് കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളായിട്ട് കാണാൻ കഴിയാത്തതാണ് ഇന്നത്തെ പല ആൾക്കാരുടെയും പ്രശ്നമെന്ന് പറയുന്നത്. അതുപോലെ ഒരു അണ്ടർസ്റ്റാൻഡിങ്, ഒരു കൊച്ചിൻ്റെ ജെനുവിനിറ്റിയെ പറ്റിയുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്, ഒരു ക്വാളിറ്റി ടൈം നമ്മൾ കൊടുക്കുമ്പോഴാണ് അവരെ കൂടുതൽ നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നത്. അണ്ടർസ്റ്റാൻഡ് ചെയ്യുമ്പോഴാണ് അവരുമായിട്ട് കൂടുതൽ റാപ്പോ ഉണ്ടാകുമ്പോഴാണ് അവരെ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നത്. ഇൻഫ്ലുവൻസ് ചെയ്യുമ്പോഴാണ് അവരെ ഇൻസ്പയർ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇങ്ങനെ ഓരോ സ്റ്റേജിലൂടെ അതിങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരണം. അതുപോലെ അവർക്കൊരു വലിയ റീഅഷുറൻസും ഒരു സെക്യൂരിറ്റി ഫീലിങ്ങും ഒക്കെ ഉണ്ടാകുമ്പോഴാണ് അവരെ ജെനുവിൻലി ഒരു വളരെ കോൺഫിഡൻ്റായി മാറുന്നത്. പല കുട്ടികളും ഇൻസെക്യൂർഡാണ്, കാരണം പല പേരൻസും അവരുടെ ക്യാരക്ടറിലൊന്നും ഒരു സസ്റ്റൈനബിലിറ്റി ഇല്ല. ഒരു ദിവസം ഒന്ന് കാണിക്കുന്നു, വേറൊരു ദിവസം വേറൊരു രീതി കാണിക്കുന്നു, ഒരു ദിവസം ഒന്ന് പറയുന്നു, വേറൊരു ദിവസം വേറൊന്ന് പറയുന്നു. അപ്പോൾ പേരൻറ്റിന് ഒരു സസ്റ്റെയിൻഡ് ക്വാളിറ്റി ഇല്ലെങ്കിൽ കുട്ടികൾ ഇൻസെക്യൂർഡ് ആകും. കുട്ടികളിൽ ഒരുപാട് വൾണറബിലിറ്റീസ് ഉണ്ട്. അവരുടെ കോൺഫിഡൻസ് ഒരിക്കലും ബൂസ്റ്റ് ആവത്തില്ല, അവരുടെ സെൽഫ് എസ്റ്റീം ബിൽഡ് ആവത്തില്ല. അതുപോലെ പല പേരൻറ്റും ചോദിക്കുന്നത്, ഞാൻ ഈ വീഡിയോസിലൂടെയൊക്കെ ഈ ലോകവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ പല പേരൻസും ചോദിക്കുന്നത്, സാറേ ആ വിഷയത്തിലൊരു വീഡിയോ ചെയ്യാമോ, ഈ വിഷയത്തിലൊരു വീഡിയോ ചെയ്യാമോ. ശരിയാണ്, ഞാൻ പേരൻസിനോടൊരു കാര്യം ചോദിച്ചോട്ടെ, ഞാൻ എല്ലാ വീഡിയോയും ചെയ്യുന്നിടം വരെ നിങ്ങൾ കാത്തിരുന്നാൽ നിങ്ങളുടെ കുട്ടികളുടെ ഈ ബാല്യം ചിലപ്പോൾ വലിയ കുഴപ്പം പിടിച്ച് പോകാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളുടെ കുട്ടികൾക്ക് എന്തെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ പേരൻറ്റിങ്ങിൽ എന്തെങ്കിലും ഒരു വിഷയം വേണമെങ്കിൽ ഒരു പേരൻറ്റിങ് എക്സ്പേർട്ടിൻ്റെ അടുത്ത് നിങ്ങൾ പോയി അഡ്വൈസ് എടുക്കുകയും ഒരു ഗൈഡൻസ് എടുക്കുകയൊക്കെ ചെയ്യുക. അതിന്
അത് വലിയൊരു കാര്യമൊന്നും അല്ലല്ലോ. നമ്മൾ കുട്ടികളെ ഇൻ്റർനാഷണൽ സ്കൂളിൽ വിടുന്നു, വലിയ വലിയ ഗാഡ്ജറ്റുകൾ വാങ്ങിച്ചു കൊടുക്കുന്നു, അത്രയൊന്നും ചിലവ് ഒരു പാരൻറ്റിങ് ഗൈഡൻസ് എടുക്കാനില്ല. അപ്പം നമ്മൾ ഇനി ഒരാളെ ഒരു ടോപ്പിക്കൊക്കെ ഡിസ്കസ് ചെയ്യുന്നിടം വരെ കാത്തിരിക്കേണ്ട കാര്യമൊന്നുമില്ല. അതുപോലെ തന്നെ പല പേരൻറ്റും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഏത് സ്റ്റൈലാണ് നല്ലത്, ഏത് ഫിലോസഫിയാണ് പാരൻറ്റിങ്ങിൽ നല്ലത്. ഭാര്യയും ഭർത്താവും തമ്മിൽ ഈ പാരൻറ്റിങ് സ്റ്റൈലിലൊക്കെ ഭയങ്കര തർക്കങ്ങളുണ്ടാവാറുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ ഈ മോഡേൺ കാലഘട്ടത്തെ വിൽക്കുന്ന പല ഐറ്റംസുമാണ്. ഒരു പാരൻറ്റിങ് സ്റ്റൈലും ഇല്ല. സത്യത്തിൽ എന്താണ്, നമ്മളുടെ കുഞ്ഞിനനുസരിച്ച് നമ്മൾ ഇവോൾവ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ കുഞ്ഞിനനുസരിച്ച് നമ്മളൊരു സ്റ്റൈൽ രൂപപ്പെടുത്തിയെടുക്കുകയാണ്. അതിനൊരു യൂണിവേഴ്സൽ സ്റ്റൈലൊന്നുമില്ല. ഒരു കുട്ടിയും ജനിച്ചപ്പോൾ അതിനൊരു യൂസേഴ്സ് മാനുവൽ കൊടുത്തു, അല്ലെങ്കിൽ ഇത് ഇന്ന മോഡലാണ്, ഇത് ഇങ്ങനെയാണ് റൺ ചെയ്യേണ്ടതെന്നോ പറയുന്നില്ല. കുട്ടികളെല്ലാം ജനിച്ചു കഴിയുമ്പോൾ കുട്ടികൾ വളരുമ്പോൾ അവരുടെ നീഡ്സ് മനസ്സിലാക്കി, അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി, അവരെ മനസ്സിലാക്കി നമ്മളൊരു സ്റ്റൈൽ ഡെവലപ്പ് ചെയ്യുകയാണ്. എന്തിനാണ് ആ സ്റ്റൈൽ ഡെവലപ്പ് ചെയ്യുന്നത്, എന്തിനാണ് ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നത്? സോ ദാറ്റ് ദ ചൈൽഡ് ഗെറ്റ്സ് ഒരു ഓൾറൗണ്ട് ഡെവലപ്മെൻറ്റ്. അത്രയേ ഉള്ളൂ. കുട്ടിക്ക് നല്ല ഒരു ഏറ്റവും റിഫ്രഷിംഗ് ആയിട്ടുള്ള, ഏറ്റവും എക്സലൻ്റ് ആയിട്ടുള്ള ഒരു റീഫോർമേഷൻ വരാൻ നമ്മൾ എന്തെല്ലാം കൊണ്ടുവന്നാൽ പറ്റും, ദാറ്റ് ബിക്കംസ് ദ സ്റ്റൈൽ ഫോർ ദാറ്റ് പർട്ടിക്കുലർ ചൈൽഡ്. അത്രയേ ഉള്ളൂ. പിന്നെ അതുപോലെ ഒരു ഫിലോസഫി ഒന്നുമില്ല. എന്ത് ഫിലോസഫിയാണ്? ലോകം ഇങ്ങനെ അനുനിമിഷം മാറിക്കൊണ്ടിരിക്കുമ്പോൾ, കുഞ്ഞുങ്ങൾ മാറുമ്പോൾ, ഇപ്പം നമുക്ക് ഒരു പർട്ടിക്കുലർ പഴയ ഒരു 20 കൊല്ലം മുമ്പുള്ള ഒരു ഫിലോസഫിയും പിടിച്ചുകൊണ്ടിരുന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. നമ്മൾ ഒരു പുതിയ കാറ് വാങ്ങിച്ചത് അതിലോട്ടൊരു പഴയ സ്പെയർ പാർട്ട് ഇടുന്ന പോലെയാണ്. എല്ലാം പുതിയതാണ്. അതിനകത്ത് ഈ പേരൻറ്റിങ് മാത്രം പഴയതുകൊണ്ട് ഫിറ്റ് ചെയ്താൽ അത് ബ്രേക്ക് ഡൗൺ ആയിട്ട് അവിടെ കിടക്കത്തേ ഉള്ളൂ. അപ്പോൾ ഒരു ഫിലോസഫി ഇല്ല, ഒരു സ്റ്റൈലും ഇല്ല. നമ്മൾ കുട്ടികളെ വളരെ എംപത്തറ്റിക്കലായിട്ട് അവരുടെ നീഡ്സൊക്കെ മനസ്സിലാക്കി അവരെ എവിടെയൊക്കെ ഡെവലപ്പ് ചെയ്യണം, അവർക്ക് എന്തെല്ലാം ആവശ്യങ്ങളുണ്ട്, പിന്നെ നമ്മളുടെ വാല്യൂസ് ഒബ്ജക്റ്റീവ്സൊക്കെ എന്താണ്, അതൊക്കെ അനുസരിച്ച് കുട്ടികളുമായിട്ട് നമ്മൾ കൂടുതൽ അവർ വളരുന്നതിനനുസരിച്ച് ഡിസ്കസ് ചെയ്ത് പോകുമ്പോൾ പല കാര്യങ്ങളിലും നമുക്ക് അവരോടും കൂടി ചേർന്നല്ലേ, അവരെയും കൂടെ ഇൻവോൾവ് ചെയ്ത് അവരെയും കൂടെ പങ്കെടുപ്പിച്ചുകൊണ്ട് നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. കുറച്ചൊക്കെ ഒരു പൊട്ടനാകുന്നതാണ് പേരൻറ്റിങ്ങിൻ്റെ ഏറ്റവും വലിയ മിടുക്കെന്ന് പറയുന്നത്. ചിലയിടത്തൊക്കെ നമ്മളൊന്ന് തോറ്റു കൊടുക്കുന്നതാണ് പേരൻറ്റിങ്ങിൻ്റെ ഏറ്റവും വലിയ മിടുക്ക്. ഞാൻ ഇതിനു മുമ്പ് പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഒന്ന് തോക്കാൻ തയ്യാറാകുന്ന മാതാപിതാക്കളാണ് കുട്ടികളെ വിജയിപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ അവിടെയൊക്കെ വലിയ ഇൻ്റലിജൻസ് ഒന്നും അല്ല. പലപ്പോഴും നമ്മൾ നോക്കിയാൽ മതി, ഭയങ്കര ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള, ഭയങ്കര മിടുക്കരായിട്ടുള്ള പേരൻറ്റിൻ്റെ മക്കളാണ് ഏറ്റവും ഓക്വേർഡായിട്ട് പോകാറുള്ളത്. പിന്നെ ചില വീഡിയോയുടെയൊക്കെ കമൻസ് തന്നെ ഭയങ്കരമായിട്ട് അതിശയിപ്പിക്കുന്നതാണ്. കുടിയന്മാരുടെ മക്കളൊക്കെ വലിയ മിടുക്കരായിട്ടില്ലേ, ഒരു കൾച്ചറും ഇല്ലാത്തവൻ്റെയൊക്കെ മക്കൾ വലിയ കൾച്ചറുള്ളവരായിട്ടില്ലേ, അല്ലെങ്കിൽ തിരിച്ചായിട്ടില്ലേ. ഞാൻ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. കുട്ടികൾ എടുക്കുന്ന മോട്ടിവേഷൻ, അതിപ്പോൾ ഒരു മദ്യപാനിയായ ഒരാളിൽ നിന്ന് ഒരു കുട്ടി എടുക്കുന്ന മോട്ടിവേഷൻ എന്ന് പറയുന്നത്, എൻ്റെ അച്ഛന് കുടിക്കാമെങ്കിൽ എനിക്ക് കുടിച്ചാൽ എന്താ, ആ കുട്ടി അവനും കുടിയനായി മാറാൻ സാധ്യതയുണ്ട്. വേറൊരു കുട്ടിക്ക് കിട്ടുന്ന മോട്ടിവേഷൻ എന്ന് പറയുന്നത്, എൻ്റെ അച്ഛൻ കുടിച്ചാണ് ഇതെല്ലാം നശിപ്പിച്ചത്, അതുകൊണ്ട് എനിക്ക് അങ്ങനെ നശിക്കാൻ താല്പര്യമില്ല. അപ്പോൾ നമ്മുടെ കുട്ടികൾ ഏത് മോട്ടിവേഷനാണ് എടുക്കുന്നതെന്ന് നമുക്കറിയില്ല. അപ്പോൾ അതിനേറ്റവും നല്ലത് നമ്മൾ ആ കുടിയങ്ങ് നിർത്തി, ഈ അനാവശ്യ പരിപാടികളൊക്കെ നിർത്തിയിട്ട് കുട്ടികൾക്ക് കുറച്ചുകൂടി ഒരു ഹോൾസമായിട്ടും പോസിറ്റീവായിട്ടുള്ള എൻറിച്ചിങ് ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ് കൊടുക്കുക എന്നുള്ളതാണ്. അതുപോലെ വളരെ മോശപ്പെട്ട ആൾക്കാരുടെ മക്കൾ നല്ലവരായിട്ടില്ല. ഈ മോശപ്പെട്ട ആൾക്കാരുടെയും വളരെ ടോക്സിക് ആയിട്ടുള്ള പേരൻറ്റിൻ്റെയൊക്കെ മക്കൾ എന്തൊക്കെ ഡോക്ടറായതോ എൻജിനീയർ ആയതോ ആണോ നിങ്ങൾ പിന്നെ നല്ലതെന്ന് പറയുന്നത്? അവരുടെയൊക്കെ കൂടെ ജീവിച്ച ഭാര്യയും ഭർത്താവിനോടും ചോദിച്ചു നോക്കണം അവരെത്തും വേണ്ടി നല്ലതായിട്ടുണ്ടെന്ന്. അവരെല്ലാം ആ ടോക്സിക് പാരൻറ്റിങ്ങിൻ്റെ അല്ലെങ്കിൽ ആ കുഴപ്പം പിടിച്ച പാരൻറ്റിങ്ങിൻ്റെ ബാഗേജും ചുമന്നാണ് അവർ ജീവിച്ചിട്ടുള്ളത്. ഞാൻ ഒരുപാട് അത്ര ആൾക്കാരുടെ മക്കളെ ഒരുപാട് പേരെ എൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ ആ കുഞ്ഞുങ്ങളെയൊക്കെ നോക്കുമ്പോൾ ഈ പേരൻറ്റ് അങ്ങനെയുള്ള ടോക്സിക് പാരൻറ്റിങ്ങിലൂടെ കടന്നുപോയി വലിയ പ്രൊഫഷണൽസൊക്കെ അവരായി കാണും. അത്രയേ ഉള്ളൂ. അവരുടെ ജീവിതത്തിനൊന്നും ഒരു ക്വാളിറ്റി ഉണ്ടാകുന്നില്ല. കാരണം ചെറിയ പ്രായത്തിൽ അവരിലുണ്ടാകുന്ന ഹർട്ട് അത് വലുതായാലും അവരിൽ തന്നെ കിടക്കുകയും അത് അടുത്ത ജനറേഷനെയും കൂടെ ബാധിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതുപോലുള്ള വളരെ ചീപ്പായിട്ടുള്ള രീതിയിലുള്ള കമൻസ് ഒക്കെ ഇടുന്നതിന് മുമ്പ് നമ്മൾ കുറച്ചുകൂടെ ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ ഈ നാട്ടിലെ എൻ്റെയും നിങ്ങളുടെയും കുഞ്ഞുങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമുക്കൊന്ന് സാക്രിഫൈസ് ചെയ്യാൻ വയ്യെങ്കിൽ, ഒന്ന് നമ്മുടെ സ്വഭാവത്തിലൊരു മാറ്റം വരുത്താൻ വയ്യെങ്കിൽ, നമുക്കൊന്നുകൂടെ ഒന്ന് റിഫൈൻഡ് ആകാൻ പറ്റുന്നില്ലെങ്കിൽ, നമ്മൾ പേരൻ്റ് എന്നൊക്കെ പറയുന്നതിൽ നല്ലത് പേരൻ്റ് എന്ന് പറയാതിരിക്കുക. ഞാൻ അതിനെയൊന്നും പേരൻ്റായിട്ട് കണക്കാക്കുന്ന പോലുമില്ല. നമ്മുടെ ഒരു പേഴ്സണൽ സാക്രിഫൈസ് അത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക. അതാണ് ആ കുഞ്ഞുങ്ങൾ കണ്ട് അവർ
വാല്യൂ ചെയ്ത് അവർ താങ്ക്ഫുള്ളായിട്ട് ലോകത്ത് ഗ്രേറ്റ്ഫുള്ളായിട്ട് മാറേണ്ടത് അത് കണ്ടിട്ടാണ്. അപ്പോൾ ഇവിടെയാണ് ഒരു പാരൻറ്റിങ്ങിൻ്റെയൊക്കെ ഒരു ഗ്രേറ്റ്നെസ് എന്ന് പറയുന്നത്. അതുപോലെ ഇതാണ് ഏത് സ്കൂളിൽ വിടണം, വലിയ പ്രശ്നമാണ്. ഇൻ്റർനാഷണൽ സ്കൂളിൽ വിട്ടാൽ കാര്യമുണ്ടോ, അതോ CBSEയിലാണോ ICSE? ഞാൻ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, ഏത് സിലബസാണ് നല്ലത്, ഇതിലൊന്നും യാതൊരു കാര്യമില്ല. ഫ്രണ്ട് ലൈനിൽ നിൽക്കുന്ന ടീച്ചേഴ്സിന് ക്വാളിറ്റി ഉണ്ടോ ഇല്ലയോ, നിങ്ങളുടെ കുട്ടിയെ സ്വാധീനിക്കുന്ന ആ ക്ലാസ്സിൻ്റെ ക്ലാസ് ടീച്ചറും ആ ക്ലാസ്സിൽ പഠിപ്പിക്കാൻ വരുന്ന ടീച്ചേഴ്സുമാണ്. അല്ലാതെ ആ സ്കൂളിൻ്റെ കമാനം എത്ര വലുതാണ്, അവിടെ കോട്ടിട്ടുകൊണ്ടാണോ പോകുന്നത്, AC-യിലാണോ ഇരിക്കുന്നത്, ഇതൊന്നും യാതൊരു കാര്യമില്ല. അവിടെ ഒരു ആനിവേഴ്സറി നടത്തി വലിയ ആർഭാടം കാണിച്ചുകൊണ്ടൊന്നും കാര്യമില്ല. ക്വാളിറ്റി ഓഫ് ടീച്ചേഴ്സ്, ആ ടീച്ചേഴ്സ് റിലാക്സ്ഡ് ആണോ, ഹാപ്പി ആണോ, ആ ടീച്ചേഴ്സ് ഒരു കുട്ടികളുടെ ട്രാൻസ്ഫോർമേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്ന ടീച്ചേഴ്സാണോ, പ്രധാനമായിട്ട് ഹാപ്പി ടീച്ചേഴ്സ് ആയിരിക്കണം പ്രൈമറി സ്കൂളിലുള്ളത്. അതുപോലെ തന്നെ ഒരു പേഴ്സണാലിറ്റി ഉള്ള ടീച്ചറായിരിക്കണം ഒരു ഏർലി ടീനേജിൽ അവരെ പഠിപ്പിക്കുക. നല്ല കാഴ്ചപ്പാടുള്ള ടീച്ചേഴ്സ് ആയിരിക്കണം അവരെ ഒരു ലേറ്റർ ടീനിൽ പഠിപ്പിക്കുന്നത്. ഇതൊക്കെ വളരെ പ്രധാനമായ കാര്യമാണ്. പിന്നെ പല പുരുഷന്മാർ, പ്രത്യേകിച്ച് ഇന്ത്യയിലെ പുരുഷന്മാരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ ഭയങ്കര അഡ്വൈസൊക്കെ കൊടുക്കുന്ന വലിയ തിയറികളൊക്കെ ഉള്ളവരാണ്. അവർ ഭാര്യമാർക്കൊക്കെ അവരോട് നിങ്ങൾ ഇങ്ങനെ കുട്ടിയെ വളർത്തണം, അങ്ങനെ കുട്ടിയെ വളർത്തണം, ഈ ഡയലോഗിലൊന്നും യാതൊരു കാര്യമില്ല, ഈ തിയറിയിൽ യാതൊരു കാര്യമില്ല. നമുക്ക് കുട്ടികളിൽ എന്ത് ചെയ്യാൻ കഴിയും ആസ് എ പേരൻ്റ് എന്ന് പറയുന്നത് അതിന് ജെൻഡറൊന്നും നോക്കണ്ട. അത് ജോലികൾ ചെയ്യുന്നതിന് ഒരു ജെൻഡറും ഇല്ല. നമുക്ക് വീട്ടിൽ ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്, വളരെ ടയേർഡ് ആയിട്ടുള്ള അമ്മമാരാണ്. ജോലി ചെയ്യുന്ന അമ്മമാരെല്ലാം വളരെ ടയേർഡാണ്. കാരണം അവർ ഓഫീസിലെ ജോലി ചെയ്യുന്നു, അത് കഴിഞ്ഞ് വീട്ടിലെ ജോലി ചെയ്യണം, അത് കഴിഞ്ഞ് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. ഇതെല്ലാം കൂടെ ചെയ്യാൻ ഒരു സ്ത്രീയെ നമ്മൾ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ആ സ്ത്രീ കംപ്ലീറ്റായിട്ട് ടയേർഡാകുകയും ആ സ്ത്രീ തന്നെ ടോക്സിക് ആകുകയും ചെയ്യും. ഇതിനാരാണ് കാരണക്കാർ? നിങ്ങളൊരു നല്ല പിതാവാണെങ്കിൽ ആ അമ്മയെ റിലാക്സ് ചെയ്യിപ്പിക്കണം. നിങ്ങൾ ആ അമ്മയുടെ അല്ലെങ്കിൽ ആ വൈഫിൻ്റെ കുറേ ജോലികൾ നിങ്ങൾ ഏറ്റെടുത്ത് അമ്മയെ ഒന്ന് റിലാക്സ് ചെയ്യിപ്പിക്കുമ്പോൾ ആ റിലാക്സേഷൻ്റെ ഗുഡ്നെസ് ആ കുട്ടികൾക്ക് അനുഭവിക്കാൻ പറ്റും. പ്രത്യേകിച്ച് ഒരു 12 വയസ്സ് വരെ കുഞ്ഞുങ്ങൾ അമ്മയുടെ ഒരു റിലാക്സ്ഡ് മെൻ്റൽ സ്റ്റേറ്റും ഒരു റിലാക്സ്ഡ് ഇമോഷണൽ സ്റ്റേറ്റും ഒക്കെയാണ് അവർക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത്. ഭക്ഷണത്തെക്കാളും ഇൻ്റർനാഷണൽ സ്കൂളിനേക്കാളും ഒക്കെ പ്രധാനമാണ് ക്വാളിറ്റി ഓഫ് ദ മദർ. ഈ ക്വാളിറ്റി ഓഫ് ദ മദർ ആരാ തീരുമാനിക്കേണ്ടത്? ഇറ്റ് ഈസ് ദ ലീഡർഷിപ്പ് ഓഫ് ദ ക്വാളിറ്റി ഓഫ് ദ ഫാദർ. ഇപ്പോൾ ഭാര്യമാരെ കുറ്റം പറയുക, പിന്നെ മക്കളെല്ലാം നശിച്ചു കഴിഞ്ഞാൽ അത് അമ്മയുടെ കുഴപ്പമാണ്, മിടുക്കരായാൽ അത് അച്ഛൻ്റെ മിടുക്കാണ്. ഇത്തരത്തിലുള്ള വെറും നിലവാരം കുറഞ്ഞ അപ്പന്മാർ പലരും എൻജിനീയേഴ്സും ഡോക്ടേഴ്സും ഒക്കെയാണ്, അല്ലെങ്കിൽ വലിയ വലിയ പ്രൊഫഷണൽ ഇരിക്കുന്നവരാണ്. ഇവരൊക്കെ എങ്ങനെ ഈ പ്രൊഫഷണലായെന്ന് തന്നെ എനിക്കറിയില്ല. ഇത്തരത്തിലുള്ള ഒരുപാട് കേസുകൾ ഹാൻഡിൽ ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമുക്ക് കുഞ്ഞുങ്ങളോട് സ്നേഹമുണ്ടെങ്കിൽ ഒരു പിതാവ് ചെയ്യേണ്ടത് ആ അമ്മയെ റിലാക്സ് ചെയ്യിപ്പിക്കുക, അമ്മയ്ക്കൊരു സമാധാനം കൊടുക്കുക. അവർ ജോലി കഴിഞ്ഞ് വരുമ്പോൾ അവരുടെ വീട്ടിൽ എന്നിട്ട് പിന്നെ പുരുഷന്മാർ ജിമ്മിൽ പോകുന്നു, പുരുഷന്മാർ കളിക്കാൻ പോകുന്നു. എന്നിട്ട് ഒന്നും കളിക്കണ്ടടാ, പോയി പാത്രം കഴിവ്, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ മെച്ചമാവും. കാരണം വീട്ടിൽ ഭാര്യയ്ക്ക് ജിമ്മില്ല, ഭാര്യയ്ക്ക് പിന്നെ കളിക്കാൻ പോകാൻ സ്ഥലമില്ല, ഭാര്യയ്ക്ക് കരിയർ ഡെവലപ്പ് ചെയ്യേണ്ട, എല്ലാം ഭർത്താവിന് മതി. നമ്മൾ കുട്ടികളായി കഴിഞ്ഞാൽ ഒരു കുറച്ച് കാലത്തേക്ക് കുട്ടികളുടെ ഒരു 10-12 വയസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നിടം വരെ നമ്മുടെ കരിയർ ആസ്പെക്റ്റൊക്കെ ഒന്ന് മാറ്റി ഒന്ന് റിലാക്സ് ചെയ്ത് കൂടുതൽ ടൈം നമ്മൾ വീട്ടിൽ ചിലവാക്കുക. അതിൽ പഠിപ്പിക്കാൻ ആർക്കാണ് മിടുക്ക്, ചിലപ്പോൾ ഭാര്യയ്ക്ക് പഠിപ്പിക്കാൻ വേണം. അപ്പോൾ ഭർത്താവ് കുക്കിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക. തിരിച്ച് ഭർത്താവിനാണ് പഠിപ്പിക്കാൻ മിടുക്ക്, അത് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ ഒരാൾ ആഹാരം കൊടുക്കുമ്പോൾ മറ്റേ ആൾക്കൊന്ന് കുളിപ്പിക്കാം. ഇങ്ങനെയൊക്കെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ അപ്പനും അമ്മയും ഇടപെടുമ്പോൾ കുട്ടികളും ഈ ജെൻഡർ പാരിറ്റിയൊക്കെ പഠിക്കുന്ന ഇതിൽ ഇങ്ങനെയാണ്. ആൺകുട്ടികളൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്നത് ചാരുകസേരയാണ് അവരുടെ ഏറ്റവും വലിയ പിന്നെ എക്യുപ്മെൻ്റ് എന്നാണ്. അല്ല, എല്ലാ ജോലികളും എല്ലാവരും ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് ഇന്ന് സ്ത്രീകൾക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമില്ലാത്തത്? ഈ ഒരു അവസ്ഥ പേടിച്ചിട്ടാണ്. അവർ ഓഫീസിലും പോകണം, വീട്ടിൽ വന്ന് ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു നല്ല വാക്കില്ല, അല്ല പോട്ടെ, ഇതെല്ലാം അവർ ചെയ്യാൻ തയ്യാറാണ്. അവരെ ഒന്ന് റിഗാർഡ് ചെയ്യുക, അവരെ ഒന്ന് ചേർത്ത് പിടിക്കുക, അവരെ ഒന്ന് റിലാക്സ് ചെയ്യിപ്പിക്കുക, അവർക്കൊരു സന്തോഷം കൊടുക്കുക, അവരോടൊന്ന് എമ്പതൈസ് ചെയ്യുക. ഇതൊന്നും ചെയ്യുന്നില്ല. ഇനി ചില വീടുകളിൽ ഇത്തരത്തിൽ ടോക്സിക് ആയിട്ടുള്ള ഭാര്യമാരുണ്ട്. പല മാനസിക രോഗങ്ങളുമായിട്ട് വീട് മുഴുവൻ കലക്കുന്ന ഭാര്യമാരുണ്ട്. ദയവ് ചെയ്ത് ഇങ്ങനെയൊക്കെയുള്ളവരെ ഒരു തെറാപ്പിസ്റ്റിൻ്റെയോ ഒരു ഡോക്ടറിൻ്റെയോ കൗൺസിലറിൻ്റെയോ ഒക്കെ അടുത്ത് പോയി ഒന്ന് റിലാക്സ് ചെയ്യുക. നിങ്ങൾ റിലാക്സ്ഡ് പേരൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു ക്വാളിറ്റിയും നാളെ ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതുപോലെ ഇനി ഓവർ റിലിജിയൻ, ഓവർ ഫെയ്ത്ത്, ഇതൊക്കെ രോഗമാണ്. അത് ചില സ്കൂളുകളിലൊക്കെ അമിതമായ റിലിജിയനും ഫെയ്ത്തും ഒക്കെ കാണിക്കുന്നുണ്ട്. ഇതൊക്കെ രോഗാവസ്ഥയാണ്. കുട്ടികൾ ഈ മതമല്ല കുത്തി അണ്ണാക്കിലോട്ട് കയറ്റേണ്ടത്. ഇതൊന്നും യാതൊരു കാര്യവുമില്ല. അവർ ദൈവഭയമൊക്കെ അവർക്കുണ്ടായിക്കോട്ടെ, അവർക്ക് റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ, അതെല്ലാം എന്തിനു വേണ്ടിയാണ്? അവനെ കൂടുതൽ നല്ലൊരു മനുഷ്യനാക്കാൻ വേണ്ടിയാണ്.
ഈ റിലീജിയനുമായിട്ട് നടക്കുന്ന പലവനും നല്ല മനുഷ്യരല്ലല്ലോ, യാതൊരു ക്വാളിറ്റീസ് അവർക്കില്ലല്ലോ. അപ്പോൾ പിന്നെ അതുകൊണ്ട് എന്താണ് ഗുണം? അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ ആ റിലീജിയൻ എന്നൊക്കെ പറയുന്നത് നല്ല മനുഷ്യനിലേക്കൊരു യാത്രയാണ്. അൾട്ടിമേറ്റ് എയിം ഓഫ് റിലീജിയൻ, അൾട്ടിമേറ്റ് എയിം ഓഫ് സ്പിരിച്വാലിറ്റി, അൾട്ടിമേറ്റ് എയിം ഓഫ് ഗോഡ് ഈസ് ടു റിഫൈൻ. ആ റിഫൈൻമെൻറ്റാണ് ലോകം എൻജോയ് ചെയ്യേണ്ടത്. പ്രത്യേകിച്ച് ഈ പേരൻസ് ഈ അമിതമായ റിലീജിയനും കാണിക്കുന്ന വീടുകളിലാണ് കുട്ടികൾക്ക് ഒരു ദൈവവിശ്വാസം ഇല്ലാതെ പോകുന്നത്. കാരണം ഈ ഫെയ്ത്ത് എന്ന് പറഞ്ഞ് കുറേ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കാണിക്കുന്നത് ഒഴിച്ചാൽ ഇവരുടെ ഉള്ളിൽ പിശാചാണെന്നുള്ള ആ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ കുഞ്ഞുങ്ങളിൽ ജീവിതത്തിൽ ദൈവത്തിലേക്ക് തിരിയുമോ? അപ്പോൾ ഇതൊക്കെ ഒരു ഹിപ്പോക്രസിയാണ്. ഇതെല്ലാം നമ്മൾ നിർത്തേണ്ട കാലം കഴിഞ്ഞു. കുറേ കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കുക, അവരെ ചേർത്ത് പിടിക്കുക, അവരെ റീഅഷ്വർ ചെയ്യുക, അവർക്ക് നല്ലൊരു സെക്യൂരിറ്റി ഫീലിംഗ് കൊടുക്കുക, അവർക്കൊരു സെൽഫ് എസ്റ്റീമും സെൽഫ് കോൺഫിഡൻസും ഒക്കെ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു എൻവയോൺമെൻറ്റ് കൊടുക്കുക. ദിസ് വിൽ മേക്ക് എ വണ്ടർഫുൾ അറ്റ്മോസ്ഫിയർ. ഒരു സംശയവുമില്ല. കുട്ടികളെ അക്സെപ്റ്റ് ചെയ്യുക, നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. കുഞ്ഞുങ്ങൾക്ക് എന്ത് കുറവുണ്ടെങ്കിലും എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിക്കണം, അതൊന്നും അവരായിട്ട് കൊണ്ടുവന്നതല്ല, നമ്മൾ അവർക്ക് കൊടുത്താണ്. അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ആ എല്ലാ പ്രശ്നങ്ങളോടും കൂടി അവരെ ചേർത്ത് പിടിക്കുക. അക്സെപ്റ്റ് ദ ചൈൽഡ്, റെസ്പെക്റ്റ് ദ ചൈൽഡ്. റെസ്പെക്റ്റ് ചെയ്യപ്പെടുന്ന കുഞ്ഞുങ്ങളാണ് പിന്നീട് മിടുക്കരായി മാറുന്നത്. ഡെവലപ്പ് ദ ചൈൽഡ് ആൻഡ് അൾട്ടിമേറ്റ് തിങ് ഈസ് ഹാപ്പിനെസ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഹാപ്പിനെസ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഇതിലെവിടെയെങ്കിലും വീഴ്ചകളുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങളെ അക്സെപ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, റെസ്പെക്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, അവരെ ഡെവലപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, അവരിൽ ഹാപ്പിനെസ് കാണുന്നില്ലെങ്കിൽ സീക്ക് ഹെൽപ്പ്. അത് വീഡിയോ കണ്ടുകൊണ്ടിരുന്നുകൊണ്ടൊന്നും കാര്യമില്ല. സീക്ക് ഹെൽപ്പ്. അതിനൊരു നാണക്കേടും ഇല്ല. നമുക്കറിയാൻ വയ്യാത്ത കാര്യങ്ങൾ അറിവുള്ളവരോട് ചോദിക്കുന്നു. എല്ലാ കാര്യത്തിലും എല്ലാവർക്കും എക്സ്പെർട്ടൈസ് ഇല്ല. ഇപ്പം ഞാനിത് സംസാരിക്കുന്നത് എനിക്കിതിലുള്ള ഒരു വൈദഗ്ധ്യം കൊണ്ടാണ് സംസാരിക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ ഓരോ മേഖലയിൽ വൈദഗ്ധ്യമുണ്ട്. അപ്പോൾ എനിക്ക് അറിയാൻ വയ്യാത്ത കാര്യങ്ങൾ, എനിക്ക് വൈദഗ്ധ്യം ഇല്ലാത്ത കാര്യങ്ങൾ ഞാൻ ചെയ്യുമ്പോൾ മറ്റുള്ളവരുടെ ഹെൽപ്പ് ചെയ്യാൻ എടുക്കുന്നു. അതുപോലെ നിങ്ങൾക്ക് ഇതുപോലുള്ള കാര്യങ്ങളിൽ ഹെൽപ്പ് എടുക്കാം. അതിനൊക്കെ ഇവിടെ ഡോക്ടേഴ്സും കൗൺസിലേഴ്സും തെറാപ്പിസ്റ്റുകളും സൈക്കോളജിസ്റ്റുകളും ഡെവലപ്മെൻറ്റൽ എക്സ്പേർട്ടുകളും ഒക്കെ ഉണ്ട്. അവരുടെയൊക്കെ സഹായങ്ങളെടുക്കാം. എല്ലാവർക്കും സന്തോഷമുള്ള കുഞ്ഞുങ്ങളുള്ള സന്തോഷമുള്ള ഭവനങ്ങൾ, ഇതാണ് സ്വപ്നം. അതിനുവേണ്ടിയാണ് ഈ വീഡിയോസൊക്കെ ബാക്ക് ടു ബാക്ക് ഈ പാരൻറ്റിങ്ങിനെ കുറിച്ച് തന്നെ പറയുന്നത്. എല്ലാവർക്കും സന്തോഷം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ഈ ഒരു എഫേർട്ടിനെ ഒന്ന് എൻകറേജ് ചെയ്യാനും ഒക്കെ ശ്രമിക്കുക. ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. നമുക്ക് ഒരുമിച്ച് നീങ്ങാം. താങ്ക് യു വൺ ആൻഡ് ഓൾ.